ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്? ഉത്തരം 1857 വിപ്ലവം. 1857 വിപ്ലവം ആരംഭിച്ച സ്ഥലം? ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റ്. 1857 വിപ്ലവത്തിൽ ഡൽഹിയുടെ ഭരണാധികാരിയായി വിപ്ലവകാരികൾ അവരോധിച്ച മുഗൾ രാജാവ് ആരായിരുന്നു? ഉത്തരം ബഹദൂർ ഷാ. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1896 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? ഉത്തരം മോനിയ. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം കീർത്തി മന്ദിർ. ഗുരുദേവ് എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയുടെ പേരെന്ത്? ഉത്തരം എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹ സമരം ആരംഭിച്ച വർഷം, മാസം, തീയതി? ഉത്തരം 1930 മാർച്ച് 12. എവിടെ നിന്നുമാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ചത്? ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധിജിയും അനുയായികളും ദണ്ഡിക്കടപ്പുറത്ത് എത്തിച്ചേർന്ന ദിവസം? ഉത്തരം 1930 ഏപ്രിൽ 6. കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്ന് ഉപ്പു സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ച വൈസ്രോയി? ഉത്തരം ഇർവിൻ പ്രഭു. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? ഉത്തരം കെ കേളപ്പൻ. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തി? ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ. വരിക വരിക സഹചരേ എന്ന ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഉത്തരം ഉപ്പു സത്യാഗ്രഹം. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏത്? ഉത്തരം 1929 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചത് എന്നാണ്? ഉത്തരം 1930 ജനുവരി 26. ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിന് എത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി ആരായിരുന്നു? ഉത്തരം പോർച്ചുഗീസുകാർ. പറങ്കികൾ എന്നറിയപ്പെട്ട വിദേശ ശക്തി ആരായിരുന്നു? ഉത്തരം പോർച്ചുഗീസുകാർ. ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ഉത്തരം ഡച്ചുകാർ. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം പോണ്ടിച്ചേരി, പുതുച്ചേരി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം? ഉത്തരം പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം നടന്ന വർഷം? ഉത്തരം 1757 ജൂൺ 23. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരെ? ഉത്തരം കോൺവാലിസ് പ്രഭു. ഇന്ത്യയിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്ന വ്യക്തി? ഉത്തരം കോൺവാലിസ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? ഉത്തരം വാറൻ ഹേസ്റ്റിംഗ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? ഉത്തരം കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആര്? ഉത്തരം കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആര്? ഉത്തരം ലൂയി മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? ഉത്തരം ലൂയി മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആര്? ഉത്തരം രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? ഉത്തരം രാജഗോപാലാചാരി. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണാധികാരി? ഉത്തരം വെല്ലസ്ലി പ്രഭു.
സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഏത്? ഉത്തരം ഹൈദരാബാദ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ ആര്? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. സതി എന്ന ദുരാചാരം നിരോധിച്ച ഗവർണർ ജനറൽ? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. സതി നിരോധിക്കാനായി ശ്രമങ്ങൾ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം മെക്കാളെ പ്രഭു. ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഭരണാധികാരി? ഉത്തരം ഡൽഹൌസി പ്രഭു. ആധുനിക തപാൽ സംവിധാനം, ടെലഗ്രാഫ്, റെയിൽവേ സംവിധാനം എന്നിവ ആരംഭിച്ചതാര്? ഉത്തരം ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ? ഉത്തരം ഡൽഹൌസി. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി? ഉത്തരം ഡൽഹൌസി. ഇന്ത്യയിൽ തദ്ദേശീയ സ്വയം ഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി? ഉത്തരം റിപ്പൺ പ്രഭു. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കഴ്സൺ പ്രഭു. 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ഹാർഡിഞ്ച് ടു. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? ഉത്തരം മംഗൽ പാണ്ഡെ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം, മാസം, തീയതി? ഉത്തരം 1857 മെയ് 10. 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം കൻവർ സിംഗ്. 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം VD സവർക്കർ. 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി? ഉത്തരം കാറൽ മാർക്സ്. INCയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രസ്തുത പേര് നിർദ്ദേശിച്ച വ്യക്തി? ഉത്തരം ദാദാഭായ് നവറോജി. ത്രിവർണ പതാക ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ ഉയർത്തിയ വ്യക്തി? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത? ഉത്തരം സരോജിനി നായിഡു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ INCയുടെ പ്രസിഡന്റ്? ഉത്തരം മൗലാന അബുൽ കലാം ആസാദ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകളാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ജയ് ഹിന്ദ്, ദില്ലി ചലോ എന്നിവ ആരുടെ മുദ്രാവാക്യങ്ങളാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം JB കൃപലാനി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ തന്നെ കറുത്ത അധ്യായമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം, മാസം, തീയതി? ഉത്തരം 1919 ഏപ്രിൽ 13. INCയുടെ അധ്യക്ഷ പദവിയിൽ എത്തിയ ആദ്യ മലയാളി? ഉത്തരം C ശങ്കരൻ നായർ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരം? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കാൻ കാരണമായ ചരിത്ര സംഭവം? ഉത്തരം 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്തായിരുന്നു? ഉത്തരം ഫോർവേഡ് ബ്ലോക്ക്.
എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടതാര്? ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന എഴുതിയതാര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയതാര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. സാരേ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം എഴുതിയതാര്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടതാര്? ഉത്തരം ഭഗത് സിംഗ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഉത്തരം നരേന്ദ്രമോദി. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി? ഉത്തരം നിർമ്മല സീതാരാമൻ. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി? ഉത്തരം രാജ്നാഥ് സിംഗ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി? ഉത്തരം അമിത് ഷാ. കേന്ദ്ര കാർഷിക വകുപ്പ് മന്ത്രി? ഉത്തരം ശിവരാജ് സിംഗ് ചൗഹാൻ. കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി? ഉത്തരം നിതിൻ ഗഡ്കരി. കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി? ഉത്തരം പീയൂഷ് ഗോയൽ. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി? ഉത്തരം ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി? ഉത്തരം ഡോക്ടർ എസ് ജയശങ്കർ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്? ഉത്തരം അജിത് ഡോവൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ? ഉത്തരം ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി? ഉത്തരം അശ്വിനി വൈഷ്ണവ്. സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്? ഉത്തരം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ISROയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ വി നാരായണൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ? ഉത്തരം സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം ജഗ്ദീപ് ധൻഖർ. ലോക്സഭാ സ്പീക്കർ ആരാണ്? ഉത്തരം ഓം ബിർള. ദേശീയ ബഹിരാകാശ ദിനം? ഉത്തരം ആഗസ്റ്റ് 23. ദേശീയ നിയമദിനം? ഉത്തരം നവംബർ 26. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി? ഉത്തരം ജഗത് പ്രകാശ് നദ്ദ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം? ഉത്തരം ഇന്ത്യ.